നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾക്കിടയിലും സൗദിയിൽ സ്വദേശിവൽക്കരണം മൂലം നിരവധി പ്രവാസികൾക്കാണ് തൊഴിൽ നഷ്ടമാകുന്നത്. സർക്കാർ മേഖലകളിൽ ഘട്ടം ഘട്ടമായി തുടങ്ങിയ സ്വദേശിവൽക്കരണം പിന്നീട് സ്വകാര്യ മേഖലകളിലും ബാധിക്കുകയായിരുന്നു. ഇപ്പോഴിതാ സൗദിയിൽ സ്വദേശിവൽക്കരണം നടത്തിയതിൽ ഫലം കാണുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2021 19 ലക്ഷം സൗദികളാണ് സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നത്. അതായത് ചരിത്രത്തിൽ ഇതാദ്യമായാണ് സ്വകാര്യ മേഖലയിൽ തൊഴിൽ എടുക്കുന്നവരുടെ എണ്ണം ഇത്രയധികം വർദ്ധിക്കുന്നത് എന്നതും ശ്രദ്ധേയമാകുന്നു. ആനുപാതികമായി പ്രവാസികളും ഈ തൊഴിലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതുകൂടാതെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. നാഷണൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലൂടെയും വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചത്. കിരീടാവകാശി മുഹമ്മദ് സൽമാന്റെ നിർദ്ദേശപ്രകാരമാണ് രാജ്യത്ത് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. നിരന്തര ശ്രമങ്ങളുടെ ഫലമായാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചത് എന്നാണ് മന്ത്രാലയം അഭിപ്രായപ്പെടുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ റെസ്റ്റോറന്റുകൾ, കഫേകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വദേശിവൽക്കരണം നടത്തിയിരുന്നു. എന്നാൽ ഇതിനു പുറമെയാണ് മെഡിസിൻ, ഫാർമസി, ദന്തചികിത്സ, എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകൾ, അക്കൗണ്ടിംഗ് പ്രൊഫഷനുകൾ എന്നീ മേഖലകളിലും സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയിരിക്കുന്നത്. പിന്നീട് മറ്റ് മേഖലകളിലേക്കും സ്വദേശിവൽക്കരണം സൗദി വ്യാപിപ്പിക്കുകയുണ്ടായി. കമ്മ്യൂണിക്കേഷൻ, സൂപ്പർ മാർക്കറ്റുകൾ, ടെക്നോളജി, പൊതുവിദ്യാഭ്യാസം, ടൂറിസം തുടങ്ങിയ നിരവധി മേഖലകളിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ സ്വദേശിവൽക്കരണം അതിവേഗത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. സൗദിക്ക് ഇത് ശുഭകരമായ വാർത്തയാണെങ്കിലും പ്രവാസികൾക്ക് അത്ര ശുഭകരമല്ല. കാരണം സ്വദേശിവൽക്കരണം കൂടുതൽ മേഖലകളിലേക്ക് വീണ്ടും വ്യാപിപ്പിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.